വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ എം റോസീന ജമാൽ. നമ്മളിന്ന് കാണുന്നത് രണ്ട് ഡിഫറെൻറ്റ് പാറ്റേണിൽ വന്നിട്ടുള്ള കോട്ടൺ സെറ്റ്സിൻ്റെ കളക്ഷൻസ് ആണ്. ഒന്ന് വരുന്നത് ഇതുപോലെ നല്ല ബാത്തിക് പ്രിൻറ്റ് ചെയ്ത് യോക്കിൽ നല്ല ത്രെഡ് വർക്കും ബീഡ് വർക്കും ചെയ്തിട്ടുള്ള സെറ്റ്സ് ആണ്. 1480 റേഞ്ച്, ചെറിയ മിറർ വർക്കും കൂടി ചേരുന്നുണ്ട്. ബാത്തിക് പ്രിൻറ്റ് പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഇത് ഒരു 1050 റേഞ്ചിൽ കോട്ടൺ തന്നെ കുറച്ചുകൂടി ഒരു റയോണും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. നല്ല സോഫ്റ്റ് ഫിനിഷാണ്. ഇതിൻ്റെ ദുപ്പട്ടയാണ് ഏറ്റവും അട്രാക്റ്റീവ്. ഇതുപോലെ ഷിഫോൺ ദുപ്പട്ടയായിട്ടാണ് വന്നേക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitzindia.com സൈറ്റ് ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. നമ്മുടെ നമ്പേഴ്സ് വരുന്നത് 9562251075 and 8075551153. എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് സൈറ്റ് ബുക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിലും ഈ നമ്പേഴ്സിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് അയക്കണം എന്നാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീട്ട് മെൻഷൻ ചെയ്യുക. ഇവിടെ ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലാണെങ്കിൽ ഫോളോ ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ലൈറ്റ് കളർ പിങ്ക് ക്യൂട്ടായിട്ടുള്ള കളർ കോമ്പിനേഷൻ. യോക്കിൽ ഇതുപോലെ സിംപ്ലി 2-3 ബട്ടൺ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പാച്ച് പോലെ കൊടുത്തിട്ട് ബട്ടൺസ് കൊടുത്തേക്ക്. നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് ഫിനിഷിലുള്ള ഫാബ്രിക്കാണ്. ടോപ്പ് ഇതുപോലെ വരുന്ന 1050 ആണ് റേഞ്ച്. ദുപ്പട്ടയാണ് ഏറ്റവും അട്രാക്റ്റീവ്. ഷിഫോൺ ദുപ്പട്ട, ക്യാരി ചെയ്യാൻ ഈസി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട ആൻഡ് കോട്ടൺ ബോട്ടം. ഇതുപോലെ ഫസ്റ്റ് കളർ ലൈറ്റ് പിങ്ക് ആണ് ഷെയ്ഡ്. നല്ല രസമുള്ള ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് കളർ എല്ലാവർക്കും ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഈ ലാവൻഡറിന് തന്നെ കുറച്ചുകൂടി വയലറ്റും കൂടി മിക്സായി വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ. സോഫ്റ്റ് ഫിനിഷുള്ള ഫാബ്രിക് ഞാൻ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതങ്ങനെ ഷേപ്പിൽ തന്നെ കിടക്കുന്ന ഒരു ഫാബ്രിക്കാണ്. ദുപ്പട്ട ഇതുപോലെ ഷിഫോൺ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ. ഇങ്ങനെ 1050 റേഞ്ച് കേട്ടോ. 1050 റേഞ്ച്. ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള സെറ്റ്സ് നിങ്ങൾക്ക് ഇത് ഓഫീസ് യൂസിനൊക്കെ ബെസ്റ്റ് ആയിട്ടാണ്. നെക്സ്റ്റ് വൺ ഇതും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡ്. എല്ലാം ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻ, നോർമലി കാണാത്ത ടൈപ്പ് കളേഴ്സാണ് വന്നേക്കുന്നത് എല്ലാം. ദുപ്പട്ട ഇതുപോലെ ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ. ഇനി വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ ബാത്തിക് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള പ്യുവർ കോട്ടൺ 1480 റേഞ്ച്. യോക്കിൽ ഇതുപോലെ നല്ലൊരു പ്രിൻറ്റ് പോയിട്ടുണ്ട്. ഇന്ന് 3 സൈഡിലും റോഷോ ലേസ് കൊടുത്തിട്ട് ഇവിടെ ഹാൻഡ് വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തൊക്കെ ചെറിയ മിറേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട പ്യുവർ ഷിഫോണിൽ ഇതുപോലെ ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് സെയിം പ്രിൻറ്റ് വന്നിട്ടുള്ള ബോട്ടം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാം, പക്ഷേ ഇതിൻ്റെ കൂടെ ഇത് ബോട്ടം തയ്ച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. ഇങ്ങനെ വരും. ചുടിയോ സ്ട്രെയിറ്റ് പാൻറ്റോ ഒക്കെ തയ്ച്ചാൽ നല്ലതാണ്. ഇനി വരുന്നത് സെയിം ബ്ലൂ കളർ തന്നെ, ഡിഫറെൻറ്റ് പാറ്റേൺ ആണെന്നേ ഉള്ളൂ. യോക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് സിംപ്ലി നിങ്ങൾക്ക് വൈറ്റ് റൗണ്ടോ സ്ക്വയർ നെക്കോ ഒക്കെ എടുക്കാം. കോട്ടൺ ഫാബ്രിക്കാണ്, ലൈനിങ് ഇട്ടിട്ട് തന്നെ ചെയ്യുക. പിന്നെ ഈ ബാത്തിക് പ്രിൻറ്റ് വരുന്നത് ഭയങ്കര ഡാർക്ക് കളേഴ്സും ഒക്കെ നിങ്ങൾ വരുമ്പോൾ വേഗം തന്നെ വാഷ് ചെയ്തെടുക്കുക. ഒത്തിരി നേരം ഡിറ്റർജൻറ്റിൽ മുക്കി വെച്ചാൽ കോട്ടൺ ആണ്, ഇങ്ങനത്തെ പ്രിൻറ്റും ഒക്കെ ആകുമ്പോൾ മങ്ങിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എപ്പോഴും പെട്ടെന്ന് വാഷ് ചെയ്തെടുത്ത് തിരിച്ചിട്ട് ഉണക്കുക, ഷെയ്ഡിലിട്ട് ഉണക്കുക കേട്ടോ. അങ്ങനെ കെയർ ചെയ്താൽ മാത്രമാണ് ഫാബ്രിക്സ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുള്ളൂ. ഇങ്ങനെ ഒത്തിരി നേരം ഡിറ്റർജൻറ്റിൽ ഒരു സെറ്റ്സ് നമ്മൾ പുറത്തിടുന്ന ഒന്നും മുക്കി വെക്കരുത് കേട്ടോ. പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കുക. കളഗാർഡും ഷാമ്പൂവും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പെട്ടെന്ന് കഴുകിയിട്ടാൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും പ്രോഡക്ട്സ്. ഇതുപോലെ ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. കോട്ടൺ പോലെ കംഫർട്ടായിട്ട് നമുക്ക് ഒരു ഫാബ്രിക്കും കിട്ടത്തുമില്ല. നമുക്ക് ഇടാനും എല്ലാം കംഫർട്ടാണ്, പക്ഷേ അതിൻ്റെ കെയറിങ് അതുപോലെ കോട്ടണൊക്കെ എപ്പോഴും നമ്മൾ കെയർ ചെയ്ത് തന്നെ യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് വെയിലത്തൊന്നും ഇടാതിരിക്കുക കേട്ടോ. ഇതുപോലെ ഭയങ്കര സോഫ്റ്റാണത്. ഇങ്ങനെ നിങ്ങൾക്ക് ഡബിൾ സൈഡോ സിംഗിൾ സൈഡോ തലയിലിടുന്നവർക്കൊക്കെ നന്നായിട്ട് അങ്ങനെ കിടന്നോളും. നല്ല പ്യുവർ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ദുപ്പട്ട ആൻഡ് ബോട്ടം ഇങ്ങനെ. ഇതിൻ്റെ കൂടെ ഇപ്പം നിങ്ങൾക്ക് ദുപ്പട്ട ബോട്ടം മാറ്റിയിട്ട് വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെ വേണമെങ്കിലും വെയർ ചെയ്യാം. ടോപ്പ് ഒരു കുർത്തി സ്റ്റൈലിൽ വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ വീഡിയോ.
നമ്മുടെ സൈറ്റ് ടൂർ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ടൂർ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ, ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.